പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഹല്ലേലൂയ സ്തോത്രം ജാനുവരി മാസം 7-ാം തീയതി ആമേൻ ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗ്ഗപിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ല. ഓർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നടത്തിയത്. ആ കരം ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കഴിഞ്ഞ പകൽക്കാലം നടത്തിയ കർത്താവിന് ഒന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന കർത്താവിന് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനോട് നന്ദി പറഞ്ഞു. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയതിനായിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞു. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന്, അത്ഭുതമായി നടത്തുന്ന ദൈവത്തിന്, ജയകരമായി നടത്തുന്ന ദൈവത്തിന് സന്തോഷത്തോടെ ആ കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. കരമുയർത്തിപ്പിടിച്ചുകൊണ്ട് പറ, കർത്താവെ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. യഹോവ നല്ലവനാകുന്നു, ആ കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളതാകുന്നു. കരമുയർത്തി പറഞ്ഞ് യഹോവ നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളതാകുന്നു. 100-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നത്, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ, സംഗീതത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ വരുവീൻ. യഹോവ തന്നെ ദൈവമെന്ന് അറിവീൻ. കർത്താവ് നമ്മെ ഉണ്ടാക്കി, നാം കർത്താവിനുള്ളവരാകുന്നു, കർത്താവിൻ്റെ ജനവും കർത്താവ് മേയ്ക്കുന്ന ആടുകളും തന്നെ. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ഏകാഗ്രതയോടെ നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു ഉറപ്പ് വേണം, ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവഹിതപ്രകാരമാണ്. എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു അപ്പ എനിക്കുണ്ട്. ആമേൻ. ആ പ്രാർത്ഥന കേൾക്കുന്ന അപ്പയുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആ പ്രാർത്ഥനയ്ക്ക് എൻ്റെ അപ്പൻ എന്ത് ചെയ്യും? മറുപടി നൽകുകയും ചെയ്യും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലായിരിക്കും. ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഓരോരുത്തരെയും വ്യക്തിപരമായി യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഓരോരുത്തരുടെ മേലും കുഞ്ഞാടിൻ്റെ രക്തം മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതി രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ തരത്തിലുള്ള രോഗശക്തികളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ആരോഗ്യവും ദീർഘായുസ്സും തൻ്റെ കുഞ്ഞുങ്ങൾക്കുണ്ടാകട്ടെ. ശാരീരികമായ എല്ലാ അസ്വസ്ഥതകളും മാറി നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ പൂർണ്ണ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ ലഭിക്കുന്നതിന് സ്തോത്രം. പ്രത്യേകിച്ച് ആമേൻ 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 നാളുകളായി സൈനസൈറ്റിസ് എന്ന ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെടുന്നവർ ആമേൻ ഇന്ന് പ്രഭാതത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ നാളുകളായി വയറിനകത്ത് അൾസറിനാൽ ബുദ്ധിമുട്ടുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ ലോങ് ടൈമായി ആമേൻ ഗ്യാസ്ട്രൈറ്റിസിൻ്റെ ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെടുന്നവർ ഈ പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രാർത്ഥിച്ച് 3 കാര്യങ്ങളാണ് പറഞ്ഞു. ഒന്ന്, ആമേൻ സൈനസൈറ്റിസിനാൽ ഭാരപ്പെടുന്നവർ, ആമേൻ വയറിനകത്ത് അൾസർ മുഖാന്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, അതുപോലെ ഗ്യാസ്ട്രൈറ്റിസിൻ്റെ പ്രോബ്ലം. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഈ രോഗത്തിൻ്റെ ശക്തികളെ പുറത്താക്കുന്നു. കർത്താവേ, ഇന്ന് ഇത് കേൾക്കുന്ന ഓരോ മക്കളെയും നോക്കി നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ഞാനവരെ നോക്കി ഡിക്ലെയർ ചെയ്യുന്നു, രോഗത്തിന് ഈ മന്ദിരത്തിൽ സ്ഥാനമില്ല. ഇത് ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവകൃപ കൊണ്ട് ഇവർ നിറയട്ടെ, ദൈവിക ആരോഗ്യത്താൽ നിറയട്ടെ, ദൈവിക സമാധാനത്താൽ ഇവർ നിറയട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇവർ നിറയട്ടെ. ഇവരൊരു ബ്ലെസ്സിങ് ആയി തീരുവാൻ കർത്താവ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവേ, ഈ പ്രഭാതത്തിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവർ, പ്രത്യേകിച്ച് ഡ്യൂ ആയിരിക്കുന്ന സ്കൂൾ ഫീസുകൾ, കറണ്ട് ബില്ലുകൾ, അതുപോലെ വാടക കൊടുക്കുവാൻ മാർഗമില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ 7-ാം തീയതി യേശുവിൻ്റെ നാമത്തിൽ ഒരു മിറക്കിൾ സംഭവിക്കട്ടെ. ഈ 7-ാം തീയതി യേശുവിൻ്റെ നാമത്തിൽ ഫൈനാൻസിനകത്ത് ഒരു മിറക്കിൾ കർത്താവിൻ്റെ മക്കളുടെ മേൽ സംഭവിക്കട്ടെ. അതുപോലെ കർത്താവെ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഓർക്കുന്നു. കർത്താവ് വലിയ കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. ദൈവപ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ കർത്താവ് ഇടവരുത്തണം. ഈ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകല മഹത്വം പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മുടെ ഈ വർഷത്തെ 2ാമത്തെ ഓൺലൈൻ മീറ്റിങ്ങിൻ്റെ ദിവസമാണ്. വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 കർത്താവ് അനുവദിച്ചാൽ നമുക്ക് ആരംഭിക്കാം.
പ്രാർത്ഥിക്കുക മാത്രമല്ല അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക. നിങ്ങൾ അതിൻ്റെ പാർട്ട്ണറായി മാറണം. എങ്ങനെ നിങ്ങൾക്ക് പാർട്ട്ണറാകാം? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ശുശ്രൂഷയുടെ പാർട്ട്ണറായി നിങ്ങൾ മാറും. 1. 2, നിങ്ങൾ ഈ സന്ദേശം മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ പാർട്ട്ണറായി മാറും. 3, ആമേൻ, നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങളെ ഞങ്ങളോട് പങ്കുവെക്കുമ്പോൾ നിങ്ങൾക്കിതിൻ്റെ പാർട്ട്ണറാകാൻ പറ്റും. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഈ പകൽക്കാലം വൈകിട്ടത്തെ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കണം. മറ്റുള്ളവരെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളെ നിങ്ങൾ അറിയിക്കുകയും ചെയ്യുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ. കരമുയർത്തി ഒന്ന് പറഞ്ഞ്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ. റോമാലേഖനം 8-ാം അധ്യായം എന്ന് പറയുന്നത് ആത്മാവിൽ ഉള്ള ജീവിതത്തെക്കുറിച്ചാണ്. ആത്മാവിൽ ജീവിക്കുന്ന ജീവിതം. അപ്പോൾ ആത്മാവിൽ ജീവിക്കുന്ന അതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ 8-ാം അധ്യായത്തിൽ ഒത്തിരി അസാധാരണമായ കാര്യങ്ങൾ, അതായത് ഒരു ദൈവ പൈതൽ നിശ്ചയമായും അറിഞ്ഞിരിക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ, മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഇന്ന് റോമാലേഖനം 8-ാം അധ്യായം ആരംഭം മുതൽ നിങ്ങൾ വായിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഇവിടെ നമ്മളോട് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്, ഈ ഭാഗം നമ്മളത് കാണാതെ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. എന്താണ്? ദൈവം നമുക്ക് അനുകൂലമാണ്. ദൈവം നമുക്ക് അനുകൂലമായിരിക്കാം. ദൈവം നമുക്ക് അനുകൂലമാകാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ദൈവം നമ്മൾക്ക് അനുകൂലമായിരിക്കും എന്നല്ല പറഞ്ഞത്. ഉറപ്പോടെ പറയുകയാണ്, ദൈവം നമുക്ക് അനുകൂലമാണ്. അതുകൊണ്ട് നമുക്ക് എതിരായി ആർക്ക് നിൽക്കുവാൻ കഴിയും? എന്തിന് നമുക്കെതിരായി നിൽക്കുവാൻ കഴിയും? 2026 ജനുവരി മാസം 7-ാം തീയതി ഒരു ദൈവ പൈതൽ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയൊരു ട്രൂത്താണ്, ദൈവം നമുക്ക് അനുകൂലമാണ്. ആമേൻ. അത് നമ്മൾ തിരിച്ചറിയണമെന്ന് ഒരിക്കലും പിശാച് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ മനസ്സിൽ ഭയങ്കര കൺഫ്യൂഷൻ കൊണ്ടുതരും. അയ്യോ, ഈ ദൈവം എനിക്ക് അനുകൂലമായിരിക്കുമോ? ഈ ദൈവം എനിക്ക് അനുകൂലമാകാൻ എന്നാ ന്യായം? അയ്യോ, എനിക്ക് ദൈവം അനുകൂലമായിരിക്കും. ഇല്ല, അവൻ തിരുവെഴുത്ത് കൃത്യമായിട്ട് പറയുന്നു, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. അനുകൂലമെന്ന് പറഞ്ഞാൽ ആ കർത്താവാണ് നമ്മളെ സംരക്ഷിക്കുന്നത്, ആ കർത്താവാണ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നത്, ആ കർത്താവാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്, ആ കർത്താവാണ് നമ്മുടെ കാര്യങ്ങളെ നടത്തി തരുന്നത്. ആ ഒരു തിരിച്ചറിവ് ഈ പുതിയ വർഷം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഓരോ ദൈവ പൈതലിന്റെ ഉള്ളിലുണ്ടാകണം. അപ്പം നമ്മുടെ ചോദ്യം, ദൈവം അനുകൂലമാകാൻ ഞാൻ എന്താ ചെയ്തത്? എനിക്ക് ദൈവം അനുകൂലമായിരിക്കാൻ ന്യായമുണ്ടോ? ഉണ്ട്. യേശു ക്രിസ്തുവിലൂടെയാണ് ദൈവം നമുക്ക് അനുകൂലമായിരിക്കും. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടല്ല, നമ്മുടെ യോഗ്യതകൾ കൊണ്ടല്ല, നമ്മൾ ചെയ്ത എന്തെങ്കിലും നന്മ പ്രവൃത്തികൾ കൊണ്ടോ ഒന്നുമല്ല. പിന്നെന്തുകൊണ്ടാണ്? യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ പാപത്തെ പോക്കി നമ്മളെ ശുദ്ധീകരിച്ചിരിക്കുന്നതിനാൽ കർത്താവിന് സ്തോത്രം ചെയ്യണം. ആ യേശു ക്രിസ്തു മുഖാന്തരമാണ് ആ പിതാവായ ദൈവം നമുക്ക് അനുകൂലമായി തീർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പ്രിയ ദൈവ പൈതലെ ശ്രദ്ധിച്ചു കേട്ടെ, ഒരു കാരണവശാലും നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലാണോ, നിങ്ങൾക്ക് ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ മനസ്സിൽ യാതൊരു സന്ദേഹത്തിന്റെ ആവശ്യമില്ല. ദൈവം എനിക്ക് അനുകൂലമായിരിക്കുമോ? ദൈവം എൻ്റെ കൂടെ നിൽക്കുമോ? ദൈവം എനിക്ക് വേണ്ടി സംസാരിക്കുമോ? കർത്താവിനെ രക്ഷിക്കുമോ? കർത്താവിനെ വിടുവിക്കുമോ? അതിൻ്റെ ഒരു ആവശ്യവുമില്ല. തിരുവെഴുത്ത് പറയുന്നു, വിശ്വസിക്കുക, ദൈവം എനിക്ക് അനുകൂലം എങ്കിൽ പ്രതികൂലമാണ്. ഒന്നിനും നിങ്ങൾക്ക് ഒരു രോഗത്തിന് നിങ്ങളെ തകർത്ത് കളയാൻ കഴിയത്തില്ല. ഈ ഒരു റെവലേഷൻ നിങ്ങളുടെ അകത്ത് കയറട്ടെ. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഏത് വിഷയത്തിനും നിങ്ങൾക്ക് ജയിക്കാൻ കഴിയും. കാരണം നിങ്ങളുടെ കരമുയർത്തി നിങ്ങൾ പറയണം, ദൈവം എനിക്ക് അനുകൂലം. ആമേൻ. ഒന്നുകൂടെ പറഞ്ഞേ, ദൈവം എനിക്ക് അനുകൂലം. ഒരിക്കലൂടെ പറഞ്ഞേ, ദൈവം എനിക്ക് അനുകൂലം. ആമേൻ. ദൈവം അനുകൂലമെങ്കിൽ എനിക്ക് പ്രതികൂലം ആർ. ദൈവം അനുകൂലമെങ്കിൽ എനിക്ക് പ്രതികൂലമാർ. അത് നമ്മുടെ ഒരു ഉറപ്പായിരിക്കണം. ഞാൻ ഇന്ന് പ്രഭാതത്തിൽ ഡിക്ലെയർ ചെയ്യുക, ദൈവം എനിക്ക് അനുകൂലമാണ്. അതുകൊണ്ട് യെശയ്യാവിന്റെ പുസ്തകത്തിൽ പറഞ്ഞത്, നമുക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ആമേൻ. അത് ഏത് തരത്തിലുള്ള രോഗങ്ങളായാലും, ആമേൻ, എന്തൊക്കെ പ്രശ്നങ്ങളായാലും, ആമേൻ, പിശാചിന്റെ പദ്ധതികളായാലും ഒന്നും ഫലിക്കുകയില്ല. കാരണം ദൈവം എനിക്ക് അനുകൂലമാണ്. കരമുയർത്തി ഒന്നുകൂടെ പറയാമോ? ദൈവം എനിക്ക് അനുകൂലം. യേശു ക്രിസ്തുവിന്റെ രക്തം മുഖാന്തരം ദൈവം എനിക്ക് അനുകൂലമാണ്. അതുകൊണ്ട് 2026 കരമുയർത്തി പറയാം, എനിക്കും എൻ്റെ കുടുംബത്തിനും ഞങ്ങളുടെ സഭയ്ക്കും, ആമേൻ, ഞാനായിരിക്കുന്ന ദേശത്തിനും ജോലി ചെയ്യുന്ന സ്ഥലത്തിനും ഒക്കെ 2026 ഒരു അനുഗ്രഹിക്കപ്പെട്ട വർഷമായിരിക്കും.
കരമുയർത്തി ഒന്നുകൂടെ പറഞ്ഞ്, കർത്താവിൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞങ്ങൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനന്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഒന്നുകൂടെ കൈ ഉയർത്തി പറ, ദൈവം എനിക്ക് അനുകൂലമാകുന്നു, അതുകൊണ്ട് മറ്റൊന്നും എനിക്ക് പ്രതികൂലമാകത്തില്ല. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.